സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ. രാവിലെ എല്ലാവരും ദീപാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ചു. വീണ്ടും വൈകുന്നേരം രാപ്പകൽ ധ്യാനിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോതമംഗലം സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് ബസ്സിൽ കയറിയ ധ്യാന കേന്ദ്രത്തിൻ്റെ താഴെ ഇറങ്ങാം. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച ആരംഭിച്ച് വ്യാഴാഴ്ച അവസാനിക്കുന്ന ഒരു രാപ്പകൽ ധ്യാനമുണ്ട്. സഭയുടെ കീഴിലുള്ള സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രം. വെക്കേഷന് കുട്ടികളുടെ ധ്യാനമുണ്ട്. നിങ്ങളും കൊന്ന് ധ്യാനം കൂടുന്നത് അനുഗ്രഹമാണ്. രാപ്പകൽ ധ്യാനിക്കുന്നവൻ സമയമില്ലാന്നൊന്നും പറയരുത്, സമയമൊക്കെ ദൈവം തരും. പ്രിയമുള്ളവരെ, ദാവീദ് പറയുകയാണ്, ഇസ്രായേലിന്റെ 2-ാമത്തെ രാജാവ്, യഹോവയെ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആഗ്രഹം? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എത്ര കാലം? എൻ്റെ ആയുഷ്കാലം മുഴുവൻ. ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ആഗ്രഹം നോക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ധ്യാനം കൂടാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നല്ലൊരു സന്ദേശം, ഒരു ആമുഖ സന്ദേശം, പുരോഹിത ശ്രേണിയിലേക്ക് ഉയരാനായിട്ട് ആഗ്രഹിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസനിലൂടെ നമുക്ക് കേൾക്കാൻ ഭാഗ്യം തന്നു. ഒരു പുരോഹിതൻ ആരാണ്? പുരോഹിതൻ ആരാ? പുരോഹിതൻ യഹോവയുടെ ദൂതനാണ്. പുരോഹിതൻ ആരാണ്? പരിജ്ഞാനം അവൻ്റെ അധരങ്ങളിലുണ്ട്. നല്ലൊരു സന്ദേശം നമുക്ക് ലഭിച്ചത്. അതിനോട് ചേർന്ന ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വലിയ നോമ്പിൻ്റെ 2-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോമ്പെന്ന വാക്ക് വേദപുസ്തകത്തിൽ 7 പ്രാവശ്യമാണ് ഉള്ളത്. എത്ര പ്രാവശ്യമുള്ളത്? നോമ്പെന്ന വാക്ക് വേദപുസ്തകത്തിൽ 2 പുസ്തകത്തിലാണുള്ളത്. ഏതൊക്കെ പുസ്തകത്തിലാണുള്ളത്? 2 പുസ്തകത്തിൽ. പറയുന്നവർക്ക് സമ്മാനമുണ്ട്. നോമ്പെന്ന വാക്ക് ഏതൊക്കെ പുസ്തകത്തിലുണ്ടെന്ന് പറയുന്നവർക്ക് സമ്മാനമുണ്ട്. കൈവക്കാം. നോമ്പെന്ന വാക്ക് വേദപുസ്തകത്തിൽ ഏതൊക്കെ പുസ്തകത്തിലുണ്ടെന്ന് പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ആരുമില്ല? സമ്മാനം എൻ്റെ കയ്യിൽ. നോമ്പെന്ന വാക്ക് ബൈബിളിൽ ഏതൊക്കെ പുസ്തകം? ഇവിടെ ശമാസനാവാൻ അച്ഛനാകാൻ ആഗ്രഹിക്കുന്ന പ്രിയദാസൻ പറഞ്ഞു. ഹല്ലേലൂയ. നോമ്പ് എത്ര എണ്ണമുണ്ട് ഒക്കെ പറഞ്ഞില്ലേ? 360 ദിവസത്തിൽ എത്ര ദിവസം നോമ്പുള്ളത് അതും പറയാം. നോമ്പ് നോക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ? ഡസൻ കണക്കിന് അനുഗ്രഹങ്ങളുണ്ട്. ബൈബിളിലുണ്ട്, സഭ പഠിപ്പിക്കുന്നത്. നോമ്പിനാൽ പർദീസയുടെ വാതിലുകൾ തുറക്കപ്പെടും. നോമ്പിനാൽ പർദീസയുടെ വാതിലുകൾ തുറക്കപ്പെടും. അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക്, എങ്ങനെയെങ്കിലും അല്ല, നോമ്പ് ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭ ലഭിക്കും. മാലാഖമാരുടെ പിന്നെ ദുഷ്ടരോട് യുദ്ധം ചെയ്യുവാനുള്ള പ്രധാന ആയുധമാണ് നോമ്പ്. ആരോട് യുദ്ധം? ദുഷ്ടരോടാണ് യുദ്ധം. അതിനുള്ള പ്രധാന ആയുധമാണ് നോമ്പ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നോമ്പ് നോക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താന്ന് പറയുന്നവർക്ക് സമ്മാനമുണ്ട്. നോമ്പ് നോക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അല്ല, നോമ്പ് നോക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അറിയുന്നുണ്ടോ? ഉയരത്തിലേക്ക് പറക്കാനുള്ള ആത്മീക ചിറകു ലഭിക്കും. എങ്ങോട്ട് പറക്കാൻ? ഉയരത്തിലേക്ക് പറക്കാനുള്ള ആർക്ക്? നോമ്പ് നോക്കുന്നവർക്ക്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയാൻ കുഴപ്പമുണ്ടോ? നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ തുടങ്ങരുതേ. ഇങ്ങനെയാണോ? എങ്ങനെയാ? തുടങ്ങിയിട്ട് വേണ്ട നിർത്താൻ. ഞാൻ പറയാതെ പറയണം. സ്തുതിയും ഹല്ലേലൂയയും നിർത്തരുതേ. ഈ നാഴികയിൽ നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ നമ്മൾ പറയും ഞങ്ങളുടെ ബോധവും വിചാരവും ഹൃദയവും. അച്ഛനെന്ത് സന്തോഷമായി കിട്ടും. വെറും മണ്ണിന്റെ മണമുള്ള മൺകട്ട മാത്രം ഇവിടെ ആയിരിക്കുന്നു. ബോധവും വിചാരവും സ്വർഗത്തിലെത്തി. അവിടെ പരിമള കൊച്ചു തിരുമേനിയും നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ യേശുവേ നിന
നിനക്കു വേണ്ടി ഞാൻ